തിക്കായിട്ട് കറണ്ട് ബില്ല് കൂടുതലായി വരും. അതുകൊണ്ട് ഇപ്പോൾ ആ വയർ നിൽക്കണുണ്ടോ കണ്ടോ, കറക്റ്റായിട്ട് ആ ടൈറ്റിൽ നിൽക്കുന്നത്. എന്ത് ടോർച്ചടി പിടിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ടച്ച് ആയി കഴിഞ്ഞാൽ സ്ലീവ് കുറേ കഴിഞ്ഞാൽ എന്തിനും ചൂടായി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടതാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നവരാണ്. കാരണം AC ചൂടുകാലമാണ്, AC മറ്റുള്ള ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് വരുന്നൊരു കംപ്ലയിൻ്റാണ് ഫ്യൂസ് കയറിയർ കത്തിപ്പോകുന്നൊരു പ്രശ്നം. കാരണം ഒട്ടുമിക്ക സൈറ്റിലും ഇതേ പ്രശ്നമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫ്യൂസ് കയറിയർ ലൂസാണോ എന്ന് നോക്കുക. ലൂസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോഡ് കൂടിക്കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വരും കേട്ടോ. രാത്രിക്കൊക്കെ ചിലപ്പോൾ കത്തിപ്പോവുക. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് കയറിയർ ടൈറ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന വയർ ലൂസ് കണക്ഷൻ ആയിരുന്നു. അതായത് വയർ കൊടുത്തിരിക്കുന്ന സ്ക്രൂ ലൂസ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ ശരിയാക്കി കഴിഞ്ഞ സമയത്ത് ഇത് പോകുന്ന നേരത്തെ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് ഞാൻ ഇവിടെ കണ്ടു. കംപ്ലയിൻ്റ് അല്ല, ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് എടുത്ത് വീഡിയോ ചെയ്യല്ല, ആരും കുറ്റപ്പെടുത്താനൊന്നും വേണ്ടിയിട്ടല്ല, അറിവില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാം കേട്ടോ. കാരണം ഇവിടെ കുത്തുളി വെച്ചിട്ടാണ് ഈ മെയിൻ സ്വിച്ചിൻ്റെ ഔട്ടും ഇന്നും വയർ കൊണ്ടേക്കുന്നത്. ജസ്റ്റ് അതിന് മേലെ കൂടി ഇട്ട് കൊടുത്താലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വയറിന് എന്തെങ്കിലും ഷോർട്ടേജ് ആയിക്കഴിഞ്ഞാൽ ഈ ബോഡി ടച്ച് ആവും. ഈ ബോഡി ടച്ച് ആകുമ്പോൾ എന്താ സംഭവിക്കുക കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് ആയി പോകും. അപ്പോൾ ഒരുപാട് എക്സ്പെൻസ് കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക.